ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതിയിൽ CBI വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇതിനെ വിലയിരുത്താം? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ കേസിൽ ED അന്വേഷിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നിലവിൽ CBI ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ CBI കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഹൈക്കോടതി പറയുന്നത് ഇപ്പോഴത്തെ അന്വേഷണം വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ കേസ് തെളിയിക്കാൻ കഴിയില്ല എന്ന ഹൈക്കോടതിയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണം ഏറ്റെടുക്കുന്നത്. സാമ്പത്തിക ഇടപാട് എന്നാൽ ED തന്നെയായിരിക്കും അന്വേഷിക്കുക എന്നാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. കാരണം ഇനി ഹൈക്കോടതി പറയുന്നത് നിലവിലെ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോയാൽ ഈ കേസ് എവിടെയും എത്തില്ല എന്ന വ്യക്തമായ ധാരണ ഹൈക്കോടതിക്കുണ്ട്. വളരെ മന്ദഗതിയിലാണ് പോകുന്നത്. ഈ കേസ് ആദ്യം മുതൽ ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വേഗത്തിൽ നടക്കുകയും അറസ്റ്റുകൾ പോലും ഉണ്ടായത്. പിന്നീട് തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കേസ് വളരെ മന്ദഗതിയിൽ പോവുക, അല്ലെങ്കിൽ കേസിന്റെ അന്വേഷണം പൂർണ്ണമായി നിലച്ച ഒരു ഘട്ടമായിരുന്നു. എന്നാൽ അതിനൊരു മാറ്റം വരുന്ന തലത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം ED അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോ ഹൈക്കോടതി നിർദ്ദേശിച്ചാൽ CBI ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിലാണ് ED അന്വേഷണം നടത്തുന്നത്. ഈ CBI അന്വേഷണത്തിലൂടെ കേരളത്തിലെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരിലേക്ക് അന്വേഷണം എത്തുമെന്ന് കരുതാൻ പറ്റുമോ? കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ED ആണ് അന്വേഷിക്കുന്നതെങ്കിൽ നമുക്കറിയാം ED അന്വേഷിച്ച പല കേസുകളും പുറത്തു വരാതെ, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായ തരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച കണക്ക് എവിടെയും എത്താതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ കേസ് CBIക്ക് വിടുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുടെ, ED അന്വേഷിക്കുമ്പോൾ പുറത്തു വരാത്തത് പലതും CBI അന്വേഷിക്കുമ്പോൾ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉപരി ഹൈക്കോടതി ഇത് നന്നായി നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഹൈക്കോടതിയാണ് ഇപ്പോൾ മന്ദഗതിയിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നതും CBIക്ക് അന്വേഷണം കൈമാറുന്നതും. അപ്പോൾ അതൊരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അടുത്തത് ആര് എന്നൊരു ചോദ്യമുണ്ട്. ഇതുവരെയും കേസിൽ അടുത്ത ഒരാളെ പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സംസാരിച്ചതുപോലെ പ്രമുഖരാരെയും പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത സാഹചര്യമാണ്. CBI അന്വേഷണത്തിന് വരുമ്പോൾ അതിനൊരു മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയിലെ സാമ്പത്തിക ഇടപാടിലാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. സ്വർണ്ണക്കൊള്ള കേസിലെ വിവരങ്ങളുടെ സർട്ടിഫൈഡ് പകർപ്പ് കൈമാറണമെന്നാവശ്യപ്പെട്ട് ED നൽകിയ അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി കഴിഞ്ഞ ദിവസം അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കേസുകളുടെ FIRകൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ളവരുടെ പകർപ്പാണ് ED ആവശ്യപ്പെട്ടത്. ഇവ നൽകാനാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി C മോഹിത് ഉത്തരവിട്ടത്. എന്തായാലും ശബരിമല കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ ഇടപെടൽ EDയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. EDയുടെ ഭാഗത്തുനിന്നും സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിവരങ്ങൾ കൂടി അന്വേഷിച്ചറിയേണ്ടതുണ്ട് എന്നാണ് CBI കണക്കാക്കുന്നത്. അതിന്റെ ഒരു ആവശ്യത്തിന്റെ പ്രകാരമാണ്, അല്ലെങ്കിൽ അതിന്റെ ആ തരത്തിലുള്ള ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CBI കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഹൈക്കോടതിയാണ് ഈ വിഷയത്തിൽ ഇനി നിലപാട് സ്വീകരിക്കേണ്ടത്. ഹൈക്കോടതി എടുക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഈ കേസിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഏത് രൂപത്തിലാകുമെന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുക. ഹൈക്കോടതി സ്വാഭാവികമായും CBIക്ക് കൊടുക്കണമെന്നായിരിക്കുമല്ലോ പറയുന്നത്. കാര്യം കേസ് മന്ദഗതിയിലാണ് പോകുന്നതെന്ന് പറയുന്നത് ഹൈക്കോടതിയാണല്ലോ. സ്വാഭാവികമായും CBIക്ക് കേസ് കൈമാറണമെന്ന് ഹൈക്കോടതി പറയാനുള്ള സാധ്യത രണ്ട് തലത്തിൽ നമുക്ക് വിശദീകരിക്കാം. കാരണം ഒന്ന്, ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് നേരത്തെ ഹൈക്കോടതി ചോദിച്ചത്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ കേസ് അടുത്ത തവണ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരും പ്രത്യേക അന്വേഷണ സംഘവും കോടതിക്ക് കൈമാറും. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിക്ക് അത്തരത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയൂ. കാരണം ഇവർ ചോദിച്ച ചോദ്യത്തിലുള്ള റിപ്പോർട്ട് കോടതിയിൽ കൈമാറുമ്പോൾ ആ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് എന്ത് നിലപാട് സ്വീകരിക്കാമെന്ന് കോടതി തീരുമാനിക്കുക. നിലവിൽ എന്തായാലും കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച ED അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ED അന്വേഷണത്തിന് സമ്മതമാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിലാണ് CBI കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേസ് അന്വേഷണം ഉന്നതരിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭ്യമാകുന്ന വിവരം. രാഷ്ട്രീയ ഭേദമന്യേ പലരിലേക്കും ഈ കേസ് എത്തും എന്ന് തന്നെ മനസ്സിലാക്കുന്നു. കാരണം ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി, അതോടൊപ്പം തന്നെ ചെന്നൈയിലെ ഏജൻസി ഉടമ, ഇവരിലെല്ലാം തന്നെ ചില വിശദമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരുമായുള്ള ബന്ധങ്ങളെ കുറിച്ചെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് വിശദമായ വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകേണ്ടത്, ഏത് തരത്തിലുള്ള അന്വേഷണമായിരിക്കും മുന്നോട്ട് നീങ്ങേണ്ടത് എന്ന കാര്യത്തിലാണ് വ്യക്തമായ ഒരു വ്യക്തത വരുത്തേണ്ടത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ എന്തായാലും സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ CBI വരുമ്പോൾ ഏത് തരത്തിൽ CBIക്ക് ഇതിനെ കൗണ്ടർ ചെയ്ത്, അല്ലെങ്കിൽ സംസ്ഥാന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ കൗണ്ടർ ചെയ്ത് CBIക്ക് ഇതിന് പുതിയ എന്തെങ്കിലും കണ്ടെത്തൽ നടത്താൻ കഴിയുമോ, അതല്ലെങ്കിൽ
CBI ഇത് തന്നെയാണോ കണ്ടെത്തുക? CBI അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖരുമായി നിലവിൽ പിടിയിലായ ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുണ്ടെന്ന പകൽ പോലെ വ്യക്തമായ ഒരു സാഹചര്യത്തിൽ ഏത് തരത്തിലായിരിക്കും ഇനി അന്വേഷണം നീങ്ങുക എന്നതാണ് അറിയാനുള്ളത്. 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കൂടി കടത്തി എന്നുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്ന് കടത്തിയിട്ടുള്ളത് എന്നെല്ലാം പുറത്തു വരേണ്ടതല്ലേ ഇനി? തീർച്ചയായും അന്വേഷണത്തിലൂടെ ശബരിമലയിലെ സ്വർണം കൊള്ള മാത്രമല്ല പഞ്ചലോക വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവർ കാണാതായിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നു. എന്തായാലും ഈ കാര്യത്തിലെല്ലാം തന്നെ കൃത്യമായ ഒരു വ്യക്തത വരുത്തേണ്ടത് ശബരിമലയിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അതിൽ ഇനി മറ്റേതെങ്കിലും ഏജൻസി കേസ് ഏറ്റെടുത്താൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിലെ സാമ്പത്തിക തട്ടിപ്പ് മാത്രമാണ് അന്വേഷിക്കുക, മറ്റ് ഒരു ഏജൻസി അതായത് CBI കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് കോടതി അറിയിച്ച പശ്ചാത്തലത്തിൽ ഇനി CBI അന്വേഷണത്തിലൂടെ ഇക്കാര്യം ബോധ്യമാകുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനും CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ കേസ് അന്വേഷണം ഏറെ നിർണായകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം CBI ഈ കേസ് ഏറ്റെടുക്കാൻ കോടതി ഉത്തരവിടുമോ, അതോടൊപ്പം തന്നെ ED അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വ്യക്തത വരുമോ, ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആർക്കെല്ലാം പണം ലഭിച്ചിട്ടുണ്ട്, ഏതെല്ലാം വഴിയിലൂടെയാണ് പണം പോയത് തുടങ്ങിയ കാര്യങ്ങൾ, ഈ ശബരിമലയിലെ കൊള്ള ചെയ്ത സ്വർണം എത്ര രൂപയ്ക്കാണ് വിറ്റത്, ആർക്കെല്ലാമാണ് വിറ്റത്, ഇതിന്റെ പണം പങ്കുപറ്റിയത് ആരെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരണമെങ്കിൽ EDയുടെ അന്വേഷണത്തിലൂടെ മാത്രമാണെന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. സ്വാഭാവികമായും കോടതി ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം നൽകേണ്ടതുണ്ട്. അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ഈ കേസിന്റെ അന്വേഷണത്തിൽ ഒരു മന്ദഗതി ഉണ്ടോ എന്നൊരു ആശങ്കയാണ് കോടതി പ്രകടിപ്പിച്ചത്. ഇക്കാര്യത്തിലും വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘമാണ്. അന്വേഷണ സംഘം സ്വാഭാവികമായും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കോടതിക്ക് കൈമാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വലിയ അറസ്റ്റുകൾ നടക്കാനും സാധ്യതയുണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിനാൽ ആർക്കും അത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് ഊരിപ്പോവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും വൻകിട ആളുകളുടെ അറസ്റ്റ് നടക്കാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ഇടപെടൽ ഇനി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ആർക്കെല്ലാം ജയിലിലേക്ക് പോകേണ്ടി വരും, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ കേന്ദ്ര ഏജൻസികളുടെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും അന്വേഷണം എന്തായാലും അതിനിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് തർക്കമില്ല. അപ്പൊ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ ശബരിമല വിഷയത്തിൽ ഒരു തീരുമാനമാകുമോ? തീർച്ചയായും ശബരിമലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ആരംഭിച്ചാൽ തീർച്ചയായും അവർക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം വളരെ കൃത്യമായി തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കും. പക്ഷേ അതിനു മുമ്പ് തന്നെ പല പ്രമുഖരുടെയും അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.